ആദ്യമായിട്ട് ഇതിൻ്റെ ഔഷധ ഗുണത്തെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ പ്രമേഹത്തെ പ്രതിരോധിക്കാനും അല്ലെങ്കിൽ പ്രമേഹ രോഗികൾക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ടായിട്ട് പേരയ്ക്കയുണ്ട്. അത് പലരും കഴിക്കാറില്ല. തൊലിയോട് കൂടിയാണ് പ്രമേഹ രോഗികൾ പേരയ്ക്ക കഴിക്കേണ്ടത്. അവർക്ക് ഷുഗർ കൂടുന്നില്ല, അല്ലെങ്കിൽ പ്രമേഹം വരാൻ സാധ്യതയുള്ളവർക്കും കഴിക്കാം. അതുപോലെ തന്നെ നേന്ത്രപ്പഴത്തിൽ അടങ്ങിയിരിക്കുന്ന പോലെ തന്നെ പൊട്ടാസ്യം, അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ചുകൂടെ കൂടുതൽ പൊട്ടാസ്യം അടങ്ങിയിരിക്കുന്നത് പേരയ്ക്കയിലാണ്. അതുകൊണ്ട് തന്നെ അത് നിങ്ങളുടെ BP നിയന്ത്രിച്ച് നിർത്താനും ഉയർന്ന രക്തസമ്മർദ്ദമുള്ളവർക്ക് രക്തസമ്മർദ്ദം നിയന്ത്രിച്ച് നിർത്താനും ഏറ്റവും നല്ലൊരു ഫലമാണിത്. ഗർഭിണികൾ ഗർഭസ്ഥ ശിശുവിൻ്റെ ആരോഗ്യത്തിനും അല്ലെ ഗർഭിണികളുടെ ആരോഗ്യത്തിനും വേറെ ഒരു ഫലവും തേടി പോകേണ്ട ആവശ്യമില്ല. പേരയ്ക്ക ഏറ്റവും നല്ല ഒന്നാണ്. അത് കുട്ടികൾക്കും ഗർഭിണികൾക്കും നല്ലതാണ്. വയറ്റിൽ വളരുന്ന കുഞ്ഞിൻ്റെ തലച്ചോറിനും അല്ലെ നാഡീവ്യൂഹങ്ങളുടെ പ്രവർത്തനങ്ങൾക്കും ഗ്രോത്തിനുമൊക്കെ വേണ്ട തരത്തിലുള്ള ഘടകങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഗർഭിണികൾ തീർച്ചയായിട്ടും ഉപയോഗിക്കേണ്ടതാണ്.